വളരെ സന്തോഷത്തോടു കൂടിയാണ്, വർദ്ധിച്ച ആവേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അഭിമുഖീകരിക്കുന്നത്. അസിസ്റ്റൻ്റ് അമീർ എന്നതിലുപരി എൻ്റെ പ്രാസ്ഥാനിക ജീവിതത്തിലെ ഒരുപാട് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ വളർച്ചയിലെ വഴിത്തിരിവായേക്കാവുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനത്തിന് നിങ്ങളോടൊപ്പം സാക്ഷിയാവാനും ഇവിടെ വരാനും അവസരം ലഭിച്ചു എന്നതാണ് എന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പ് എന്ന നിലയിൽ തന്നെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യുവാക്കൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ പ്രസ്ഥാനത്തിൻ്റെ സംവിധാനത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താണ് യുവ സംഘം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചരിത്രത്തിൽ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയത്, സാഹസികമായ പല ദൗത്യങ്ങൾ നിർവഹിച്ചത് യുവാക്കളും യുവജന പ്രസ്ഥാനങ്ങളുമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പുതിയ ചിന്തയും സാഹസികതയും വിൽപവറും അതുപോലെ തന്നെ ത്യാഗസന്നദ്ധതയും അതിലുപരി അസാധ്യമെന്ന ഒന്ന് അജണ്ടയിൽ നിന്ന് മാറ്റിവെച്ചവരുമാണ് പലപ്പോഴും യുവാക്കളും യുവജന പ്രസ്ഥാനവും. ആ അർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്വഭാവത്തിൽ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിന് സംസ്ഥാന സമ്മേളനം ഭംഗിയായി നടത്താൻ കഴിയുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്ത് നടന്ന ഒരുപാട് വിപ്ലവങ്ങൾ, സാമൂഹ്യ പരിവർത്തനങ്ങൾ, അതെല്ലാം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു യുവ സമൂഹത്തെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ്, ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. മാത്രമല്ല, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചെടുത്ത വിപ്ലവത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ അണിനിരന്നത് ഏതാനും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ കാലഘട്ടം നയിക്കുന്നിടത്ത്, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വരെ മുന്നോട്ടുള്ള വഴി വെട്ടിത്തെളിയിക്കുന്നിടത്ത് സുപ്രധാനമായ പങ്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. ചരിത്രത്തിൽ പ്രവാചകന്മാരെക്കുറിച്ചും യുവാവ്, അതുപോലെ തന്നെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഐതിഹാസികമായ പോരാട്ടം നടത്തിയ വ്യക്തിത്വങ്ങളെക്കുറിച്ചും യുവാക്കൾ എന്നെല്ലാം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് നമുക്ക് കാണാവുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നിടത്ത് ആ അർത്ഥത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജിഹാദിനെ കുറിച്ച് പറയുന്നിടത്ത്, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജനതയിൽ നടത്തിയ ആദർശ പ്രബോധനത്തിൻ്റെ ഭാഗമായി തൻ്റെ ചുറ്റുമുള്ള ജനവിഭാഗത്തോട് തൻ്റെ ആദർശത്തെ പ്രബോധനം ചെയ്യുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ച ഒരുപാട് സമരമുറകൾ ഉണ്ടായിരുന്നു. ആ സമരമുറകളുടെ ശേഷം മുറകൾക്ക് വിധേയരായ ഒരു ജനത, ആ സമരമുറകളുടെ ഇരകൾ, ഏതോ അർത്ഥത്തിൽ അതിൻ്റെ ആഘാതമേറ്റ ഒരു ജനത. ആരാണിതിൻ്റെ പിന്നിൽ എന്ന ചർച്ച, വിഗ്രഹധ്വംസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ചർച്ച നടത്തുമ്പോൾ അവർ കണ്ടെത്തുന്നത് ഏറ്റവും നല്ല, അവരുടെ മുമ്പിൽ തന്നെയുള്ള, അവരുടെ കൂടെ തന്നെയുള്ള, ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിലുള്ള, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പറയുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു യുവാവിനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഫത്തൻ, യുവാവ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഗുഹാവാസികളെ കുറിച്ച് പറയുന്നിടത്ത് ധികാരികളായ ഭരണാധികാരികളോട് ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു വേള ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് കടന്നു വന്ന ഒരു പറ്റം യുവാക്കൾക്ക് മുന്നോട്ടുള്ള അവരുടെ വഴി ഒരു വേള മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ
അവർ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും നീണ്ട കാലം, ഒരു പതിറ്റാണ്ടല്ല, ഒരു നൂറ്റാണ്ട് അല്ല, 2 നൂറ്റാണ്ട് അതല്ല 3 നൂറ്റാണ്ട് വ്യത്യസ്തമായ കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവരുടെ നിശ്ചയദാർഢ്യത്വത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവരെ പരാമർശിക്കുന്നത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇന്ന് ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ട ഒരു കാലത്ത് ജിഹാദ് പോലും അശ്ലീലവൽക്കരിക്കുകയോ ഭീകരവൽക്കരിക്കുകയോ ചെയ്ത ഒരു കാലമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ല വഫീ ഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർവഹിച്ച ധർമ്മ സമരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചരിത്രം വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിലൂടെ മരുഭൂമിയിലൂടെ ഇസ്ലാമിക ആദർശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തുക മാത്രമല്ല, മക്കയിൽ വിശുദ്ധ ഭവനം പണിത ഒരു നവസമൂഹത്തെ രൂപീകരിച്ച ഒരു പുതുനാഗരികതക്ക് അസ്ഥിവാരം പണിതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ മുമ്പേ നടക്കുകയും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വഴി വെട്ടിത്തെളിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ അധാർമികതയോട് അധർമ്മത്തോട് സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വിഭാഗമാണ് ആദർശ യൗവനം എന്ന് പറയുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചരിത്രത്തിൽ നിർവഹിച്ച ഉത്തരവാദിത്വം ഈ അർത്ഥത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് യുവത്വത്തെ ഷണ്ഡീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇസങ്ങളും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ഇസത്തിനും ഇന്ന് കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ മുമ്പിൽ മറിച്ചൊരു ബദൽ സമർപ്പിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് സോഷ്യലിസം ആകട്ടെ കമ്മ്യൂണിസം ആകട്ടെ എല്ലാവരും മുന്നോട്ട് വെക്കുന്ന സമ്പദ്ഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും നിയോ ലിബറൽ എക്കോണമിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യം ആ അർത്ഥത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളം പോലും ആ അർത്ഥത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ മണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വിണ്ണ് ആകാശം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പൊതു ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എയർപോർട്ടുകളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും നമ്മുടെ കൃഷിഭൂമി വരെ നമ്മിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു പൗരന് മൗലികമായി ലഭിച്ചു വരുന്ന ഒരുപാട് അവകാശങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റ് താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയാറുണ്ട് നരേന്ദ്രമോദിയും സംഘ് പരിവാറും തന്നെയാണ്. അതേസമയം തന്നെ സംഘ് പരിവാർ അജണ്ടയെ നിർണ്ണയിക്കുന്നിടത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഏതളവിലാണ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സമകാലിക സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോന്നായി വിശദീകരിക്കുന്നുണ്ട്. പെട്രോളിൻ്റെ വില നമുക്ക് വർധന ഇന്നൊരു പ്രശ്നമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്യാസിൻ്റെ വില നമുക്കൊരു പ്രശ്നമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനവിഭാഗത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തുന്നതിന് പകരം അദാനിയും അംബാനിയും വളരുന്ന സംഘ് പരിവാറിന് ആ അർത്ഥത്തിൽ അതിലൂടെ വളരാൻ കഴിയുന്ന ഒരു കോർപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ കീഴിലാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നു നോക്കുക. കേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുടനീളമുള്ള സഹകരണത്തിൻ്റെയും നിസ്സഹകരണത്തിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പലരും തെരുവിൽ നിന്ന് ചോദിച്ചു നോക്കാറുണ്ട്. ഈ ഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഒരു വലിയ ആശയ സംവാദം നടത്തിയ ഘട്ടത്തിലും ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളല്ലേ ഇടതുപക്ഷത്തിന് വഴി തുറന്നു കൊടുത്തത്, നിങ്ങളല്ലേ ഇടതുപക്ഷവുമായി സഹകരിച്ചത് എന്ന്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇടതുപക്ഷം ഏത് പക്ഷത്ത് ഇപ്പോൾ നിലയുറപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇടതുപക്ഷം കേരളത്തിൽ നിലയുറപ്പിച്ച ഒരു കാലമുണ്ട്, മനുഷ്യരോടൊപ്പം നിലയുറപ്പിച്ച, അതുപോലെ തന്നെ പരിസ്ഥിതിക്കൊപ്പം നിലയുറപ്പിച്ച, അതേപോലെ തന്നെ ഈ രാജ്യത്തെ ആവാസ വ്യവസ്ഥയുടെ കൂടെ നിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ച ഒരു കാലം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സാമ്രാജ്യത്വത്തിൻ്റെ കൂടെ, ആ കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ കൂടെ, ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീർത്തും പരിസ്ഥിതിക്ക് അപകടപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള അത്യന്തം അപകടകരമായ ഒരു സമീപന രീതിയിലേക്ക് ഇടതുപക്ഷം മാറി എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇടതുപക്ഷമല്ല മാറുന്നത്, ഇടതുപക്ഷത്തെയും കോർപ്പറേറ്റ് സംവിധാനത്തിനകത്തേക്ക് മാറ്റിയെടുക്കുന്നിടത്ത് കോർപ്പറേറ്റുകൾ വിജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുവത്വത്തെ അങ്ങേയറ്റം ഷണ്ഡീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറൽ ആശയങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നത് അതുകൊണ്ടാണ്. കേരളം ഇന്ന് ആ
ഒരർത്ഥത്തിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ആ ലിബറൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലിബറൽ ജീവിത കാഴ്ചപ്പാട്. ആരാണ് കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ അർത്ഥത്തിൽ കേരളത്തെ മാറ്റി, അഥവാ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുന്ന മതത്തിൻ്റെ നിയന്ത്രണങ്ങൾ, സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സർവതന്ത്ര സ്വതന്ത്രമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് ലിബറൽ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറിനെ നോക്കി പടിഞ്ഞാറൻ ജീർണതകളെ ഒട്ടും യാതൊരു മടിയുമില്ലാതെ വാരിപ്പുണരുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ സൽക്കാരങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ അങ്ങനെയാണ്. ലിബറലിസം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണ രീതിയിൽ, നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിനെ വരെ ഇന്ന് ആ സർവതന്ത്ര സ്വതന്ത്രമായ ജീവിത രീതി സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, ഹിമ്മത്തുഹും ബുത്തൂനഹും വശറഫുഹും മതാഉഹും വഖിബലത്തുഹും നിസാഉഹും വദീനുഹും വദീനുഹും ദറാഹീമുഹും വദനാനീറുഹും വഉലൈക ശറാറുൽ ഖൽഖി ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്, മതം അഥവാ ദൈവം എന്ന് പറയുന്നത് പണം ദൈവമായി മാറുന്ന, പെണ്ണ് കിബിലയായി മാറുന്ന, സ്ത്രീ കിബിലയായി മാറുന്ന, അതുപോലെ തന്നെ ഭൗതികമായ സൗകര്യങ്ങൾ പദവിയുടെ മാനദണ്ഡമായി മാറുന്ന, അതേപോലെ തന്നെ ഏറ്റവും വലിയ ഹിമ്മത്തും ബുത്തോനകം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വയറിൻ്റെ പ്രശ്നമായി മാറുന്ന, ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിഹിതവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ഇന്ന് പണം ദൈവമായി മാറിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പണത്തിന് വാങ്ങാൻ പറ്റാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതുപോലെ തന്നെ സ്ത്രീയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? അഥവാ സ്ത്രീയിലെ ഉമ്മയെ കാണാൻ, അതുപോലെ തന്നെ സ്ത്രീയിലെ സഹോദരിയെ കാണാൻ സാധിക്കാതെ പോയ അന്ധത ബാധിച്ച, ലിബറലിസത്തിൻ്റെ അന്ധത ബാധിച്ച, അതുപോലെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട ആത്യന്തികമായ ആസ്വാദനത്തിൻ്റെ അന്ധത ബാധിച്ച ഒരു സാമൂഹ്യ ചുറ്റുപാടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹിയ വമാ നഹ്നു ബിമബഊസിൻ. അഥവാ ഇത് ജീവിച്ചു തീർക്കാനുള്ളതാണ്, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ചിന്തിക്കാതെ അതുകൊണ്ട് ജീവിതം പരമാവധി ആസ്വദിച്ച് തീർക്കുക, അതുപോലെ തന്നെ അനുഭവിച്ചു തീർക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ ചിന്താധാരയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? നമുക്ക് വളരെ കൃത്യമായി അടയാളപ്പെടുത്താവുന്നതാണ്. ഈ ചിന്താധാരയെ, വലതുപക്ഷ ചിന്താധാരയെ, ഈ ജീർണിച്ച പടിഞ്ഞാറിൻ്റെ സംസ്കൃതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വിരോധാഭാസം എന്ന് പറയട്ടെ, ഇടതുപക്ഷ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിന് അത്തരം ഒരു മൂല്യവത്തായ വ്യവസ്ഥയില്ല. ജീവിതത്തെക്കുറിച്ച് ഒരു മൂല്യവത്തായ വ്യവസ്ഥ, വ്യക്തിത്വത്തെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ഹലാൽ ഹറാമുകളുടെ അരുതായ്മകളെ കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അതൊന്നുമില്ല. മറിച്ച് പണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതെങ്ങനെയും സമ്പാദിക്കുവാനും ചെലവഴിക്കുവാനും, അതുപോലെ തന്നെ ജീവിതത്തെ സർവതന്ത്ര സ്വതന്ത്രമായി ആസ്വദിക്കാനും അനുവാദം നൽകുന്ന ഒരു വ്യവസ്ഥയുടെ ഷോൾഡറിൽ ഇരുന്നു കൊണ്ടാണ് ലിബറലിസം നമ്മുടെ നാട്ടിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്നത്. അതേ ഷോൾഡറിൽ ഇരുന്നു കൊണ്ടാണ് നിയോയത്തിസം നമ്മുടെ രാജ്യത്ത് വേരൂന്നിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് വ്യഭിചാരത്തിന് അനുവാദം ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് വ്യഭിചാരത്തിന് അനുവാദം നൽകണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയാളോട് ചോദിച്ച മറുചോദ്യമുണ്ട്, നിനക്ക് ഉമ്മയുണ്ടോ? ഉടൻ തന്നെ മറുപടി വന്നു, അതേ പ്രവാചകരെ, എനിക്ക് ഉമ്മയുണ്ട്. നിനക്ക് സഹോദരിയുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അയാൾ പറഞ്ഞു, എനിക്ക് സഹോദരിയുണ്ട്. അടുത്ത ആശയവിനിമയം നടക്കുന്നതിന് മുമ്പ് അയാൾ അവിടെ നിന്ന് ഏതാനും സംസാരങ്ങൾക്ക് ശേഷം ഇറങ്ങിപ്പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിന്റെ സ്ത്രീ, നിന്റെ ചുറ്റുമുള്ള സ്ത്രീ ഒരു ഉമ്മയാണ്, അവൾ നിന്റെ സഹോദരിയാണ് എന്ന ഉജ്ജ്വലമായ വിദ്യാഭ്യാസം, നിന്റെ മകളാണെന്ന വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് മുമ്പാകെ ഇടതുപക്ഷം വെക്കുന്ന മുദ്രാവാക്യം എന്താണ്? നിങ്ങൾക്കൊരു പക്ഷേ ആ നഗ്നയായ സ്ത്രീ അഥവാ നഗ്നയായ ഒരു പുരുഷനെ പുൽകുന്ന സ്ത്രീയെ ചൂണ്ടി, ആ ഇമേജിലേക്ക് ചൂണ്ടി നമ്മോട് പറയുന്നത് എന്താണ് ഇടതുപക്ഷം? ഒരു പക്ഷേ നിങ്ങൾക്കവൾ അമ്മയാകാം, നിങ്ങൾക്കവൾ സഹോദരിയാകാം, പക്ഷേ ഞങ്ങൾക്കവൾ ഒരു സ്ത്രീ മാത്രമാണ്. പെണ്ണിനെ ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന അത്യന്തം അപകടകരമായ ലിബറലിസത്തിന്റെ ജീർണിച്ച സംസ്കൃതിയെ ചുമലിലേറ്റിക്കൊണ്ടാണ്
ഇടതുപക്ഷത്തിന്റെ ആധുനിക ഈ കാലഘട്ടത്തിലെ പ്രയാണം എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ അർത്ഥത്തിലാണ് അവർ നിയോയത്തിസത്തെയും അവർ ആ രീതിയിലാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ജന്തുപരതയെ പ്രലോഭിപ്പിക്കുന്ന ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കണം എന്ന് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനെ അച്ഛനില്ലാത്ത ഒരു നാഗരികതയും ഒരു സംസ്കൃതിയെയും സൃഷ്ടിക്കുവാൻ വഴിയൊരുക്കുന്ന അപകടകരമായ നീക്കം ആശയതലത്തിൽ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതാണ്. ഇത് തകർക്കുന്നത് ഒരു കൂട്ടരെ മാത്രമല്ല, ഇത് പറയുന്ന എല്ലാവർക്കും കുടുംബമുണ്ട്. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കുടുംബമുള്ളത്. എല്ലാവരും കുടുംബം എന്ന് പറയുന്ന പവിത്രമായ സംവിധാനത്തെ നിലനിർത്തി ആ ബേസിക് യൂണിറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ അടിസ്ഥാന അടിവേരാട് അറുക്കുന്ന കാഴ്ചപ്പാടിലേക്കാണ് ലിബറലിസം ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്, കണ്ണുണ്ട് കാണാത്ത, കാതുണ്ടായിട്ടും കേൾക്കാത്ത, അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഹൃദയസ്ഥമാക്കുവാനുള്ള കഴിവുണ്ടായിട്ടും കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കാത്ത ഒരു ജനവിഭാഗത്തെ കുറിച്ച്, താന്തോന്നികളെ കുറിച്ച്, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയ, അതുപോലെ തന്നെ ഒന്നും കാണാത്ത കേൾക്കാത്ത അന്ധമായ ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവർ മൃഗങ്ങളെ പോലെയാണ്. എന്നിട്ട് ഖുർആൻ തിരുത്തി, ബൽഹും അളൽ, അതിനേക്കാൾ അപകടകാരികളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, സ്വവർഗ വിവാഹത്തിന്റെ അനുമതി തേടുന്നിടത്തെത്തുമ്പോഴേക്ക് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചും ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് മനുഷ്യ സമൂഹത്തിന് പ്രകൃതിപരമായി സൃഷ്ടിക്കപ്പെട്ട മൂല്യവത്തായ ജീവിതം യാഥാർത്ഥ്യമാക്കുന്നിടത്ത് സൃഷ്ടിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട അതിരുകൾ പൊളിച്ച് മനുഷ്യ ജീവിതത്തിനകത്ത് ജീർണമായ അല്ലെങ്കിൽ സദാചാര രംഗത്തുള്ള വമ്പിച്ച അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു ജനതയെ മുൻനിർത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മൃഗത്തെക്കാൾ അധപ്പതിച്ച ഒരു ജനവിഭാഗം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ അർത്ഥത്തിൽ യുവത്വത്തെ ഷണ്ഡീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഷണ്ഡീകരിക്കപ്പെട്ട യുവത്വത്തിന്റെ യഥാർത്ഥത്തിൽ ആ യുവാക്കളുടെ കാലഘട്ടത്തിലാണ് ആർജവമുള്ള ആദർശബോധമുള്ള യുവത്വത്തെ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അടയാളപ്പെടുത്താൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അത്യുജ്വലമായ ഒരു മുദ്രാവാക്യവുമായി കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ മൈതാനം കാലിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മൈതാനത്തിൽ യുവത്വമുള്ള, ആർജവമുള്ള, ആദർശബോധമുള്ള, അതുപോലെ തന്നെ ഒരു ജീവിത കാഴ്ചപ്പാടുള്ള ഒരു സംഘത്തെ ഈ മൈതാനത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാലിയായ മൈതാനത്ത് നന്നായിട്ട് ആശയപരമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കടന്നു ചെല്ലുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ തട്ടകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ചെഗ്വേരയുടെ ഒരു വാക്കുണ്ടല്ലോ, യഥാർത്ഥത്തിൽ സംസാരിക്കാത്ത നാവും അതുപോലെ തന്നെ ഉയരാത്ത കൈകളും അടിമത്തത്തിൻ്റെതാണ് എന്ന് പറയുന്നുണ്ട്. ചെഗ്വേരയുടെ അനുയായികളുടെ കൈകൾ ഇപ്പോൾ ഉയരാത്ത കൈകളും അതുപോലെ തന്നെ സംസാരിക്കാത്ത നാവുമായി പോയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് ഒരു പക്ഷേ അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ അർത്ഥത്തിൽ ഷണ്ഡീകരിച്ചു ഡിവൈസിന് മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന, സോഷ്യൽ മീഡിയക്കപ്പുറം സഞ്ചരിക്കാത്ത, അവിടുത്തെ ക്ലബ് ഹൗസിലെ സായാഹ്ന ചർച്ചകളിൽ കയറിയിട്ട് പെൺകുട്ടികൾക്ക് ഇസ്ലാം എന്ത് സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, തെരുവിൽ പലപ്പോഴും മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു ജനത ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അറിയുക, പൊളിറ്റിക്കൽ തിയറി വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഏത് ജനവിഭാഗവുമായി സംവദിക്കുവാനും ആശയവിനിമയം നടത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇടതുപക്ഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പലരും സൂചിപ്പിച്ചതുപോലെ വംശീയ അജണ്ടകളെ അതേപടി അവർ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇടതുപക്ഷത്തിന് യഥാർത്ഥത്തിൽ അവരിപ്പോഴുണ്ടായ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയർ മാറിയതാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അവരുടെ സോഫ്റ്റ്വെയർ മാറിപ്പോയതാണ്, അത് തീരുമാനിച്ചു മാറ്റിയതാണ്. യാദൃച്ഛികമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി അവർക്ക് തെറ്റായ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതല്ല. ഇന്ന് മാരാർജി ഭവനിലെയും AKG സെന്ററിലെയും സോഫ്റ്റ്വെയർ ഒന്നായി പോയി എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ദുര്യോഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരേ സോഫ്റ്റ്വെയർ ആണ്. അത്തരം ഒരു
ഒരു സോഫ്റ്റ്വെയറിനകത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചാൽ വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ചത് പ്രശ്നമാവുകയില്ല. അത് ഷെയർ ചെയ്തത് ക്രിമിനൽ കുറ്റമായി തീരുന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഹൽക്ക അമീർ റീറാഡിക്കലൈസേഷനെ കുറിച്ച്. റീറാഡിക്കലൈസേഷൻ അവിടെ നിന്ന് തുടങ്ങണം. മഹാമാരിയെ നേരിടാൻ റീറാഡിക്കലൈസേഷനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വാക്സിനേഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു. വാക്സിനേഷൻ മഹാമാരി നമ്മൾ നേരിട്ട ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്ത പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ രാജ്യത്ത് വാക്സിനേഷൻ തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കാണിച്ചു തന്നു. അദ്ദേഹം പൊതുവെ ഒരു ഫോട്ടോ പ്രിയനായതുകൊണ്ട് അതിൻ്റെ എല്ലാ രംഗവും മലയാളിക്ക് കാണാൻ സാധിച്ചു, ഇന്ത്യക്കാർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക, സത്യസന്ധമായ നിലപാട് സ്വീകരിക്കട്ടെ. ഈ സോഫ്റ്റ്വെയർ ഇല്ല എങ്കിൽ എവിടെ നിന്നാണ് റീറാഡിക്കലൈസേഷൻ തുടങ്ങേണ്ടത്? യഥാർത്ഥത്തിൽ മഹല്ലുകളിൽ നിന്നാണോ? പവിത്രമായ മിമ്പറുകളുടെ ചുവട്ടിൽ നിന്നാണോ? ധർമ്മോപദേശം ആഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായി ഒരു സമൂഹത്തെ സമുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ആ ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നാണോ റീറാഡിക്കലൈസേഷൻ തുടങ്ങുന്നത്? വാക്സിനേഷൻ പ്രധാനമന്ത്രി തുടങ്ങിയതുപോലെയാണ് എങ്കിൽ തുടങ്ങേണ്ടി വരിക ക്ലിഫ് ഹൗസിൽ നിന്ന് തുടങ്ങേണ്ടതായിട്ട് വരും, പാർട്ടി ഓഫീസുകളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അവിടെ നിന്നാണ് അത് ആരംഭിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാലോ, മാഷാ അള്ള എഴുതിയ വാഹനത്തിൽ കയറി 58 വെട്ടുകൊണ്ട് പ്രതിയോഗിയെയും മുർത്തദ്ദുകളെയും വകവരുത്തുന്ന സമീപനവും സംസ്കാരവും യഥാർത്ഥത്തിൽ മഹല്ലുകളിലല്ല നിലകൊള്ളുന്നത്, മറിച്ചത് നിലകൊള്ളുന്നത് പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് റീറാഡിക്കലൈസേഷൻ തുടങ്ങിയാൽ, സംഘപരിവാറിന്റെ കേന്ദ്രത്തിലൂടെ അത് തുറന്നു വന്നാൽ, ഏതാണ്ട് ബാക്കിയെല്ലാം വൃത്തിയായാൽ പിന്നീട് മഹല്ലുകളിലേക്ക് നിങ്ങൾ വരേണ്ടി വരില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് മഹല്ലിൽ അത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. മഹല്ല് വളരെ പെട്ടെന്ന് വൃത്തിയാക്കാൻ നല്ലത് അവിടെ നിന്ന് അത് ആരംഭിക്കലാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ ഒരു സ്വഭാവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്നത് യാദൃച്ഛികമാണ് എന്നൊരിക്കലും വിശ്വസിക്കുന്നില്ല. മാറിയ കാലത്ത് ത്രിപുര പോയപ്പോൾ, ബംഗാൾ പോയപ്പോൾ, നേരത്തെ ഹൽക്കാമിർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത്തരം ഒരു സ്ട്രാറ്റജി തീരുമാനിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഒരു കാര്യം നടന്നു, തമ്മിലുള്ള വെട്ട് കുറഞ്ഞു. ആര് തമ്മിലുള്ള? തില്ലങ്കേരിയുടെ കൂട്ടലും കൊടിയേരിയുടെ കൂട്ടലും തമ്മിലുള്ള വെട്ട് കുറഞ്ഞു. ആശ്വാസകരമാണ് കേരളത്തിന്. പക്ഷേ ആ വെട്ട് അവിടെ നിർത്തുന്നതിന് പകരം അപരനെ വെട്ടുന്നിടത്തേക്കും പരസ്പരമുള്ള ആ സംഘർഷം മറ്റൊരു സംഘർഷത്തിലേക്ക് വഴിവിട്ടു പോകുന്നതിനെ കുറിച്ചും തടയുന്നിടത്തും ഭരണകൂടത്തിന് ജാഗ്രത ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വംശീയത നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക യുവത്വത്തെ ഇതിനെതിരെയും ബോധവൽക്കരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യ മഹാരാജ്യത്ത് അതിൻ്റെ ഒരുപാട് വെപ്പണുകൾ രൂപപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. NRC-CAA സമരത്തിന്റെ തുടർച്ചയിലാണ് ഇന്നും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ബാബരി മസ്ജിദ് അതിൻ്റെ ആയുധമായിരുന്നു. ഇപ്പോൾ കാശിയിലേക്ക്, അതുപോലെ തന്നെ മധുരയിലേക്ക് അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മോട് RSS പറയുന്നുണ്ട്, സംഘപരിവാർ പറയുന്നുണ്ട്, ഈ അടുത്ത് ഏറ്റവും പ്രകോപനപരമായ ഒരു പ്രസ്താവന വന്നു. എന്തായിരുന്നു ആ പ്രസ്താവന? മുസ്ലിങ്ങളെ കൊല്ലാൻ ഇനി പുതിയ ആയുധങ്ങൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങളെ കൊല്ലാൻ ഇനി പുതിയ ആയുധങ്ങൾ വേണം. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, എത്ര പുതിയ ആയുധങ്ങൾ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് കണ്ടെത്തി കഴിഞ്ഞാലും അങ്ങനെ കൊന്നു തീർക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കെമിസ്ട്രി മനസ്സിലാക്കാൻ നിങ്ങൾ ചരിത്രം ഒന്ന് വരുതുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ തുടച്ചു നീക്കപ്പെട്ട, വൃത്തിയാക്കപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് 7 പതിറ്റാണ്ട് കാലം ലോകത്തെ ഏറ്റവും മിലിറ്റന്റായ ഒരു രാജ്യം ആയുധമേന്തിക്കൊണ്ട് നിരായുധരായ ഫലസ്തീനുകളുടെ ഇടനെഞ്ചിലേക്ക് തീത്തുപ്പുന്ന പീരങ്കി തിരിച്ചു വെച്ചിട്ട് 7 പതിറ്റാണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ 7 പതിറ്റാണ്ടിന് ശേഷം ഫലസ്തീന് ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമല്ല, ഫലസ്തീനിയെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറക്കം നഷ്ടപ്പെട്ടവരാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നിങ്ങൾക്കറിയാത്ത ഒരു ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ആയുധമാണ്. അത് ജനഹൃദയങ്ങളിൽ വേരുറച്ചു പോയ ഈമാൻ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ജ്വാലയാണ് എന്ന് പ്രതിയോഗികൾ മനസ്സിലാക്കാൻ സന്നദ്ധമാകേണ്ടതാണ്. ഒരു ജനവിഭാഗത്തെ വംശഹത്യ നടത്തിയിട്ട് തീർത്തു കളയാം എന്നാരും വിചാരിക്കേണ്ടതില്ല. അത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുന്നിടത്തേക്ക് രാജ്യത്തെ വഴിതെളിയിക്കും എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ കൊന്നു കഴിയുമായിരുന്നുവെങ്കിൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് തീരുമായിരുന്നു. ഫറോവ ചക്രവർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന ഫിറഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ യസ്തദഇഫു ത്വായിഫത മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഗി നിസാഅഹും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോവ ചക്രവർത്തി കിബ്തി വംശീയതയുടെ പേരിൽ ബനോ ഇസ്രായേൽ സമൂഹത്തിലെ ജനിച്ചു വീഴുന്ന ആണുങ്ങളെ മുഴുവൻ കൊന്നു തീർക്കാൻ കഴിഞ്ഞിട്ട് ഫറോവക്ക്
അധികാരത്തിൻ്റെ പിൻബലത്തിൽ അന്ന് കൊന്നു തീർത്തിട്ട് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് മോഡിക്കോ യോഗി ആദിത്യനാഥിനോ കഴിയും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്രൂദിന് ഇറാഖിൻ്റെ ഊറെന്ന പട്ടണത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പുറന്തള്ളിയാൽ തീരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുത്തൻവാദം എന്ന് ധരിച്ചുവെങ്കിൽ NRCയുടെയും CIAയുടെയും പേരിൽ അത്തരം പുറത്താക്കലുകൾ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താക്കപ്പെട്ടപ്പോൾ ലോകത്ത് മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു നവസമൂഹവും ഒരു നവനാഗരികതയുമാണ് പിറന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, NRCയും അതുപോലെ തന്നെ CIAയും ഒരു പക്ഷേ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ഒരു നവനാഗരികതക്കും ഒരു നവസമൂഹത്തിൻ്റെയും സൃഷ്ടിക്കാണ് വഴിയൊരുക്കുക എന്ന് ചരിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് പറയുകയല്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത്, ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് വായിക്കുന്നിടത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വംശീയത എന്ന് പറയുന്നതിന് ആത്മവിശ്വാസത്തോടു കൂടി അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മളൊരിക്കലും വർഗീയതയെ പ്രതിവർഗീയത കൊണ്ടല്ല, തീവ്രവാദത്തെ പ്രതിതീവ്രവാദം കൊണ്ടല്ല, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമുദായികതയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുമല്ല, ആദർശത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ തേര് തെളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ആദർശം എന്ന് പറയുന്നത് അചഞ്ചലമായ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആദർശമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അർത്ഥത്തിൽ ആദർശാധിഷ്ഠിതമായ യുവജന മുന്നേറ്റത്തിന് നമ്മളിട്ടിരിക്കുന്ന പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. ഒരു മതസംഘടനയാവുക എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്പം കാര്യങ്ങളിൽ മാത്രം ചിലവഴിച്ചാൽ മതി. അത് കാലുമായും കയ്യുമായും ചില ചലനങ്ങളുമായും ബന്ധപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാവുന്ന പരിമിതമായ പ്രവർത്തനമാണ് പലപ്പോഴും പരമ്പരാഗതമായ അനുഷ്ഠാനപരതയിൽ അധിഷ്ഠിതമായ ഒരു മതസംഘടന എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സാമുദായികമായി നമുക്ക് വളരെ പെട്ടെന്ന് ആളുകളെ കൂട്ടി നമുക്ക് ശക്തമായ മുന്നേറ്റമൊക്കെ നടത്താവുന്നതാണ്. അതിലപ്പുറം സമുദായത്തെ ചേർത്ത് നിർത്തി അവരഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അഭിമുഖീകരിച്ച അതിജീവനത്തിന് തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരുമിച്ച് മുന്നേറുന്ന ഒരു മുസ്ലിം സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ആദർശാധിഷ്ഠിതമായ മുന്നേറ്റമാണ് ഇസ്ലാമിക പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പുതിയ ചരിത്രം രചിക്കുവാൻ തീർച്ചയായിട്ടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിക്കും. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചരിത്രം യഥാർത്ഥത്തിൽ ഒരുപാട് പുതിയ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാമൂഹിക ഇടപെടലുകളുടെ, അതുപോലെ തന്നെ ജനകീയമായ സമരങ്ങളുടെ, അതേപോലെ തന്നെ സേവന പാരമ്പര്യത്തിൻ്റെ ഒരു പിന്നിട്ട് നീണ്ട അനുഭവങ്ങളിലൂടെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക ജാഹിലിയത്തിന് വെല്ലുന്ന ആദർശാധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള മുന്നേറ്റം സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നതാണ്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അഥവാ അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ തൻ്റെ ഉമ്മയേതെന്ന തിരിച്ചറിവോടുകൂടി, ബാപ്പയേതെന്ന തിരിച്ചറിവോടുകൂടി, സമൂഹമാരെന്ന തിരിച്ചറിവോടുകൂടി, അയൽക്കാരാരെന്ന തിരിച്ചറിവോടുകൂടി, തൻ്റെ ചുറ്റുപാടുകളോടുള്ള കടപ്പാടുകളെ കുറിച്ചുള്ള ബോധത്തോടുകൂടി, അതുപോലെ തന്നെ സാമൂഹ്യ ബാധ്യതകളെ കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തിലേക്കുള്ള വഴി യഥാർത്ഥത്തിൽ അവൻ്റെ ദാസന്മാരായ മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതാ നിർവഹണത്തിലൂടെയാണ് എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം. നമുക്കെല്ലാവർക്കും അറിയാം, ഉമ്മയെക്കുറിച്ചും ബാപ്പയെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒന്നും ചിന്തിക്കേണ്ടതില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമായൊരു സമൂഹത്തിനകത്താണ് പ്രവാചകൻ പറയുന്നത്, നിന്റെ ബാധ്യത നിനക്കാരോടാൻ? ഏറ്റവും അടുത്ത ബാധ്യത ആരോടാൻ? നിന്റെ ഉമ്മയോടാൻ. രണ്ടാമത് ചോദിക്കുന്നുണ്ട് പ്രവാചകനോട് ആരോടാൻ? ആ ഘട്ടത്തിലും പറയുന്നുണ്ട് പ്രവാചകൻ നിന്റെ ഉമ്മയോടാൻ. മൂന്നാമതും ചോദിക്കുന്നുണ്ട് ആരോടാൻ? നിന്റെ ഉമ്മയോടാൻ. അതുപോലെ തന്നെ മൂന്നാമത് കഴിഞ്ഞ് നാലാമതാണ് നിന്റെ പാപ്പയോടാണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എത്ര ഉജ്ജ്വലമായ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടാണ് സമൂഹത്തിൻ്റെ മുമ്പാകെ വെക്കുന്നത് എന്ന് ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്ന് പോലും നിന്റെ ഉമ്മയോട് പറയരുത്. മുതിർന്നവർക്കുള്ള പരിചരണം ലഭിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പരിഗണന ലഭിക്കുന്ന, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പവിത്രമായ കുടുംബത്തിൻ്റെ അകത്തളം രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ തെരുവ് ഭംഗിയായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ഉജ്ജ്വലമായ ആശയത്തെയാണ് മുന്നോട്ട്
ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നെറികേടുകൾക്കെതിരെ സന്ധി ചെയ്യാത്ത ദർശനമാണ് ഇസ്ലാം. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജനവിഭാഗമാണ്. അന്നാസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അവിടെയും ഖുർആൻ പറയുന്നത് പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാവാൻ, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടി. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നവരോട് പ്രത്യേകം പറയേണ്ടതില്ല. അവരുടെ ജന്മനിയോഗം എന്ന് പറയുന്നത് ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. അവരുടെ ജന്മനിയോഗം എന്ന് പറയുന്നത് ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സാക്ഷിയാവുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജന്മദൗത്യം ദൈവത്തിന്റെ പ്രതിനിധാനം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോഴും ഭൂമിയിലുള്ള പ്രതിനിധാനം മനുഷ്യന്റെ ബാധ്യതയാണ്. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അത്രയേറെ ഉയർന്ന എല്ലാ ദേശാതിർത്തികൾക്കും അപ്പുറം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ആകാശം പോലെ, ഭൂമി പോലെ, അതുപോലെ തന്നെ വായു പോലെ, വെള്ളം പോലെ ഈ രാജ്യത്ത് മനുഷ്യ സമൂഹത്തിന് കൃത്യമായി അന്യതാബോധമില്ലാതെ അവരുടെ ജീവിതത്തിന്റെ മാർഗദർശനമായി അംഗീകരിക്കാൻ കഴിയുന്ന ഇസ്ലാമിക് ഐഡിയോളജിയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പലപ്പോഴും പലരും ഇവിടെ ആക്ടിവിസവുമായി അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവുമായി രംഗത്ത് വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രചോദനം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നാളെ റബ്ബിൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കണം. നാളെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയണം. ഭരണാധികാരിക്ക് ആ ബോധമുണ്ടായിരുന്നോ? അതുപോലെ തന്നെ ഭരണീയർക്ക് ആ ബോധമുണ്ടായിരുന്നോ? അതേപോലെ തന്നെ പൗരന്മാർക്ക് ആ ബോധമുണ്ടായിരുന്നോ? ഈ പരലോകബോധമുള്ള ഭരണാധികാരിയും പരലോകബോധമുള്ള ഭരണീയനും പരലോകബോധമുള്ള പൗരന്മാരും രൂപപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് മാത്രമേ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും പുലരി പിറക്കുകയുള്ളൂ എന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യൂപ്രട്ടീസിൻ്റെ തീരത്തൊരാട്ടിൻ കുഞ്ഞ് വിശന്ന് ചെത്താൽ ഞാൻ ദൈവത്തോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന്. അതുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആട്ടിടയൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഖലീഫ ഉമർ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ഒരാട്ടിൻ കുഞ്ഞിനെ നീ എനിക്ക് തരുമോ എന്ന്. ആ ആട്ടിൻ കുഞ്ഞിനെ ചോദിച്ച ഘട്ടത്തിൽ ഉമറിനോട് പറയുന്നുണ്ട്, ഇതിൻ്റെ ഉടമ വേറെയാണ്, ഞാനിതിൻ്റെ ഇടയൻ മാത്രമാണ്. ആ ഘട്ടത്തിൽ ഉമർ പറയുന്നുണ്ട്, നിനക്കെന്തുകൊണ്ട് നിന്റെ യാത്ര ആരംഭിച്ചിട്ട് കുറേ കാലങ്ങളായില്ലേ? ആ കാലങ്ങൾക്ക് ശേഷമല്ലേ നീ ഇവിടെ എത്തുന്നത്? അതിനിടയ്ക്ക് ഒരുപാട് പാടുകൾ പ്രസവിച്ചിട്ടില്ലേ? അതുകൊണ്ട് അതിൽ നിന്നൊരു കുഞ്ഞിനെ തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഉടമ കണ്ടിട്ടില്ലെങ്കിലും എന്നെയും നിങ്ങളെയും എൻ്റെ ഉടമയെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ട് എന്ന അട്ടിടയൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ ബോധമുള്ള ഒരു പൗരസമൂഹം, ആ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭരണകൂട സംവിധാനം, ആ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു എക്സിക്യൂട്ടീവ് സംവിധാനം, അത്തരത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. ജീവിതത്തെ നാഥനു വേണ്ടി മാറ്റിവെച്ച ഒരു തലമുറ. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗത്തിൻ്റെ പകരമായി കൊണ്ട് തൻ്റെ ശരീരത്തെയും തൻ്റെ സമ്പത്തിനെയും അള്ളാഹുവിന് കൊടുത്ത ഒരു വിഭാഗം. ഈ കെമിസ്ട്രി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പലർക്കും കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ഇത്ര ചാരിറ്റി? എന്തുകൊണ്ടാണ് ഇത്ര പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ജീവിതത്തോട് വല്ലാത്ത മുഹബ്ബത്ത് കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ത്യാഗസന്നദ്ധത കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് സമൂഹത്തിന് മുമ്പിൽ തൻ്റെ സ്വത്ത് തുറന്നു വെക്കുന്നത്? ഇതിൻ്റെ കെമിസ്ട്രി തിരിയണം. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇസ്ലാമിക സമൂഹം കാണുന്നത്. നാളത്തെ അനശ്വരമായ ലോകത്തിന് വേണ്ടി നശ്വരമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക പ്രവർത്തകർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ സിദ്ദീഖ് ഹസൻ സാഹിബ്, മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബാണ് സോളിഡാരിറ്റിയുടെ 1ാം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് പ്രഖ്യാപിച്ചത്. എറണാകുളത്ത് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ
മുമ്പിലുള്ള ഇതുപോലെയുള്ള ഒരു നഗരിയിൽ വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് ഹസൻ സാഹിബ് സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു. നീണ്ട തെരുവോരങ്ങളിൽ മുഴുവൻ സോളിഡാരിറ്റി എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതിധ്വനി മുഴങ്ങുകയായിരുന്നു. ആ പ്രതിധ്വനി മർദ്ദിതരായ ഒരുപാട് ആളുകളുടെ മനോനുകരങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഒരുപാട് ആളുകൾ ഉണർന്നെണീറ്റിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമരങ്ങൾക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കൊടുത്ത മുദ്രാവാക്യങ്ങൾ പുതിയ ഉയിര് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് മർദ്ദിത ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തെരുവോരങ്ങളിൽ നിന്ന് ഒരുപാട് സമരങ്ങളിലൂടെ സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ നടന്നു. വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങൾ. ഒരു സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളുടെ പ്രഖ്യാപനമാണ് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സോളിഡാരിറ്റിയുടെ യുവാക്കൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അന്ന് 2005 ഏപ്രിൽ 23 പിന്നീട് കേരളത്തിൻ്റെ യുവത അങ്ങ് പാലക്കാട്ടേക്ക് ഒഴുകി. ആ പാലക്കാട് എത്തുമ്പോഴേക്ക് ഏതാണ്ട് പാലക്കാട് പട്ടണം സമ്മേളനത്തെ സ്വീകരിച്ചു. ആകാശവും ഭൂമിയും ആ സമ്മേളനത്തെ ഏറ്റുവാങ്ങി. വലിയ ഇടിമുടക്കത്തോടുകൂടി ഒന്നാം സംസ്ഥാന സമ്മേളനം വൻ പേമാരിയായി പെയ്തിറങ്ങുന്നത് നമ്മളെല്ലാവരും കൺകുളിർക്ക കണ്ടു. തീർച്ചയായിട്ടും ഞാൻ പറയുക, ഒരുപാട് പ്രഭാഷണങ്ങളെക്കാൾ ആ ഉതിർന്നു വീഴുന്ന പേമാരിക്കകത്ത് നിന്ന് മണ്ണും വിണ്ണും അതുപോലെ തന്നെ മനുഷ്യനും അവൻ്റെ മനസ്സും ശുദ്ധീകരിക്കപ്പെട്ടു. അഥവാ ഒരു സംസ്ഥാന സമ്മേളനത്തിലൂടെ ഒരു മഹാവിപ്ലവത്തിന് ഒരു പ്രസ്ഥാനം അതിൻ്റെ അനുചരന്മാരെയും അനുയായികളെയും പാകപ്പെടുത്തിയ സമ്മേളനമായിരുന്നു ഒന്നാം സംസ്ഥാന സമ്മേളനം. ഇവിടെ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതാണ്ട് ഏപ്രിൽ 21, 22 തീയതികളിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ 2ാം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. മെയ് 21, 22 തീയതികളിലാണ് സോളിഡാരിറ്റിയുടെ 2ാം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സമ്മേളനത്തിൻ്റെ കനൽ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കണം. ആ കനൽ കത്തണം. ആ ജ്വാല നിങ്ങളുടെ തെരുവിൽ വിപ്ലവ ജ്വാലയായിട്ട് വളർന്നു വരണം. അതിലൂടെ യുവാക്കൾ നിങ്ങളുടെ കൂടെ കൂടണം. ആ യുവാക്കളുമായി 2022 മെയ് 21, 22 കഴിഞ്ഞ് 22ാമത്തെ ശക്തമായ പൊതുസമ്മേളനത്തിനകത്ത് കേരളത്തിൻ്റെ യുവസമുദ്രമായി എറണാകുളം പട്ടണം മാറണം. അതിലേക്കുള്ള യത്നത്തിലേക്കും പ്രയത്നത്തിലേക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചുവിടണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ജീവിതം കൊടുക്കാതെ ഒരു പ്രസ്ഥാനത്തിന് ജീവിതം കിട്ടുകയില്ല. നാം ജീവൻ മാറ്റിവെക്കാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജീവൻ ജീവസുറ്റതാക്കി മാറ്റാൻ കഴിയില്ല. എക്കാലഘട്ടത്തിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ജീവനും ജീവിതവും എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രവർത്തകരുടെ ജീവനും ജീവിതവുമാണ്. ഇനിയുള്ള കാലയളവ് ഏറ്റവും ശക്തമായ സ്വഭാവത്തിൽ കേരളത്തിൻ്റെ മുഴുവൻ യുവതയെയും നമ്മുമായുള്ള ആശയ സംവാദത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്ന, അങ്ങനെ മുസ്ലിം യുവത ആദർശ യൗവനം ആയി ഈ കാലഘട്ടത്തിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമായി വികാസം പ്രാപിക്കുന്ന നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ, കുറ്റമറ്റ സ്വഭാവത്തിൽ, നമുക്ക് ഭംഗിയായ രീതിയിൽ ഒരുപാട് യുവഹൃദയങ്ങളിലേക്ക് ലിബറലിസത്തിൻ്റെ മാലിന്യം പേറുന്ന നിയോ എത്തിസത്തിൻ്റെ ഒസുവാസ് പിടികൂടിയിട്ടുള്ള, അതുപോലെ തന്നെ പരലോകബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന, പലപ്പോഴും മൃഗതുല്യമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, ദിശാബോധം നഷ്ടപ്പെട്ട നിറയൗവനത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ഈ ആദർശത്തിൻ്റെ വെള്ളി വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ആദർശത്തിൻ്റെ മാർഗത്തിൽ അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മേളനമായി ഇതിനെ വികസിപ്പിച്ചെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് വെല്ലുവിളികൾ ഇസ്ലാമിക സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെല്ലുവിളികൾ സ്വാഭാവികമാണ്. കാരണം 6ാം നൂറ്റാണ്ടിലെ പഴകിയ ദ്രവിച്ച അല്ലെങ്കിൽ 6ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം എന്ന് പറയുമ്പോഴും 21ാം നൂറ്റാണ്ടിലെ ദർശനങ്ങളോടും മുഖാമുഖം നിന്ന് ആശയപരമായി വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം വിമർശനം സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമാണ്. അതിനെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് ഇസ്ലാമിക ദർശനത്തിനുണ്ട്. ആ അർത്ഥത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ ആദർശത്തിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള കരുത്ത് നാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാപന